കണ്ടക്ടറെ ആക്രമിച്ച പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി CPI വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇക്കഴിഞ്ഞ ഡിസംബർ 31 കാലത്താണ് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് കണ്ടക്ടറും CPI മുറുവശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയുമായ MP ദിവാകരന് ഗുരുതരമായ പരിക്കേറ്റത്. ദിവാകരനെ ആക്രമിച്ച ശേഷം പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ദിവാകരൻ ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു. പ്രതിയെ അന്വേഷിച്ച് പിടികൂടാൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. EK വിജയൻ MLA നേതൃത്വത്തിൽ റൂറൽ SP കണ്ട കാര്യങ്ങൾ CPI നേതാക്കൾ നിവേദനം നൽകി അവതരിപ്പിച്ചിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. CPI കുന്നുമ്മൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്കുമാണ് സഖാവ് ദിവാകരനെ കൊണ്ടുപോയത്. ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് സഖാവ് ദിവാകരൻ രക്ഷപ്പെട്ടത്. ജീവഹാനി സംഭവിക്കാതിരുന്നത്. 2 മാസം വടകര പോലീസിന് സ്വാഭാവികമായും ഞങ്ങൾ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് പോയില്ല. ഒരു ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ ഗൗരവമായി ഞങ്ങൾ നോക്കിക്കണ്ടു. ആദ്യഘട്ടത്തിൽ തന്നെ റൂറൽ SP, DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചു. പിന്നീട് പാർട്ടിയുടെ ഡെലിഗേഷൻ, ഒരു പ്രതിനിധി സംഘം റൂറൽ SPയെ അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ പോയി കണ്ടു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? സഖാവ് ദിവാകരനെ ആക്രമിച്ച ആക്രമിയുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യമെന്താണ്? വളരെ വളരെ ദുരൂഹമാണ്. അപ്പോൾ സ്വാഭാവികമായും അക്രമിയെ പിടികൂടണം. അക്രമിയെ പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തിനു വേണ്ടിയാണ് ഒരു ബസ് തൊഴിലാളി, ഒരു സാധാരണ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദിവാകരനാണ് ഒരു പൊതുപ്രവർത്തകനാണ്. നാട്ടിലെല്ലാ നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, സാധാരണ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം ബസ് കണ്ടക്ടർ ജോലി ചെയ്യുന്നു. അദ്ദേഹമാണെങ്കിൽ പല അസുഖങ്ങൾക്ക് വിധേയനായ ആളാണ്. ഹൃദയ സംബന്ധമായ ആൻജിയോപ്ലാസ്റ്റി 2 തവണ ചെയ്ത ആളാണ്. ഇപ്പോഴും കൃത്യമായി മെഡിക്കൽ കോളേജ് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ഒരു സഖാവാണ് സഖാവ് ദിവാകരൻ. അത്തരമൊരു ദിവാകരനോടാണ് വളരെ ക്രൂരമായ ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും പോലീസിൽ നിന്ന് ഒരു പൗരനെ, അവരുടെ ജീവന്, സ്വത്തിന് എല്ലാം സംരക്ഷണം നൽകാനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റിന്റെ ബാധ്യത നിർവഹിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ അവരെ പിടികൂടുക എന്നുള്ള കാര്യം പോലീസ് നിർവഹിക്കണമെന്ന് നിർവഹിച്ചില്ല. 2 മാസമായി. ഞങ്ങൾക്ക് പ്രതിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ പോലീസിന്റെ ആവശ്യമില്ലല്ലോ. പ്രതി ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ പിന്നെ പോലീസ് അന്വേഷണത്തിന്റെ കാര്യമില്ലല്ലോ. 6:15 മണിക്ക് നേരം വെളുക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികം എന്തെല്ലാം കേസുകൾ പോലീസ് തെളിയിക്കുന്നുണ്ട്, ആരെയെല്ലാം പിടികൂടുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലെ പോലീസ്. കുറ്റാന്വേഷണത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ പ്രതികളെ ഹാജരാക്കുന്ന, പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമുണ്ട്. ദിവാകരന് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. പക്ഷെ 2 മാസമായിട്ടും ഈ അന്വേഷണം എങ്ങോട്ട് പോകുന്നില്ല. അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പ്രക്ഷോഭത്തിന് നിർബന്ധിതമായാണ്. പ്രക്ഷോഭം ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, പ്രക്ഷോഭം നിർബന്ധിതമായതാണ്. ആ നിർബന്ധിതമായ പ്രക്ഷോഭമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഞായറാഴ്ച വന്നത്. ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റീന സുരേഷ്,
സി രാമകൃഷ്ണൻ, വി പ്രഭാകരൻ, കെ ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. എം പി കുഞ്ഞിരാമൻ, ഹരികൃഷ്ണ, സി പി ബാലൻ, വി പി നാണു, റീജ അനിൽ, പി ഷർമിള, പി ലീല, സി സി രവീന്ദ്രൻ, ടി പി രാജീവൻ, വിവേക് മുറുവശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി.